സംഘടനാ നേതൃത്വവും എല്ലാ സംഘടനാ നേതൃത്വവുമായി നല്ല ആരോഗ്യകരമായ ചർച്ച നടത്തി ആവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് വിദ്യാഭ്യാസത്തെ പരിഷ്കരിപ്പിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. ആരെയും ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട ലൈഫ് ഷോ ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത, ഇതുമായിട്ട് ബന്ധപ്പെട്ട 100 കണക്കിന് രേഖകൾ ഉൾപ്പെടെ തെളിവായി നൽകിക്കൊണ്ടാണ് വാർത്ത വാർത്ത വരട്ടെ. അട്ടിമറിക്കാനൊന്നും ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല. കുറേ ആൾ വാർത്ത കൊടുത്താൽ കൊണ്ട് അട്ടിമറിക്കപ്പെടുന്നു. ശരിയായൊരു ദിശാബോധത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ തലങ്ങളിലും അങ്ങനെയാണ്, ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രമല്ല. സർവതല സ്പർശിയായ മേഖലയിൽ ഒരു ബദൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമായ ചർച്ച നടത്തി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സഹകരിച്ച് പോകണം തീരുമാനിച്ചുകൊണ്ട് മാത്രം സഹകരിക്കില്ല എന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ കേരളീയ പദ്ധതി പോലും UDF ബഹിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലോക മലയാള സഭ അവർ പണ്ടേ ബഹിഷ്കരിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അതുകൊണ്ട് അതൊന്നും ഒറ്റപ്പെട്ടതായിട്ട് കണ്ടാൽ മതി. കേരളം മുന്നോട്ടേക്ക് പോവുകയാണ്. അവയവ കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണണം. അപകടകരമായ ഒരു കാര്യം, പണത്തിന്റെ ഒരു ആധിപത്യമുള്ള നാടാണല്ലോ മുതലാളിത്ത സമൂഹം. അപ്പോൾ പാവം എനിക്കൊരു വൃക്ക കൊടുത്താലും അല്ലെങ്കിൽ കരൾ കൊടുത്താലും ഒരു 10, 20, 25 ലക്ഷം രൂപയൊക്കെ കിട്ടിയാൽ ജീവിക്കാലോ എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നിന്നാണ് ഈ സമ്പത്ത് വ്യവസ്ഥയുടെ ഉൽപ്പന്നത്. അത് നിങ്ങൾ അങ്ങനെ കാണണം. അവയവം കൊടുത്തിട്ടുള്ള ഒരു ജാനകിയെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മേരിയെ പിടിച്ചിട്ട് പറഞ്ഞാൽ പോരാ. എന്തുകൊണ്ടാണ് അങ്ങനെയൊന്ന് വിൽക്കേണ്ടി വരുന്നത്? ആ വിൽക്കേണ്ടി വരുന്നത് ഈ സമൂഹത്തിന്റെ തന്നെ സൃഷ്ടിയാണ്. 1600 കോടി രൂപ ഒരു ദിവസം വരുമാനമുള്ള അദാനിക്ക് വല്ല വൃത്തിയും വിൽക്കേണ്ടി വരുന്നുണ്ടോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവർക്ക് വല്ല വൃത്തിയും വിൽക്കേണ്ടി വരുന്നുണ്ടോ? ഉണ്ടോ? ഒരു ദിവസത്തെ ആസ്തി ചേരുന്നത് 1600 കോടിയാണ്. അപ്പോൾ പാവപ്പെട്ട മനുഷ്യർ എങ്ങനെയെങ്കിലും ജീവിക്കാൻ, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അവർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ വിൽക്കാൻ തീരുമാനിക്കുന്നത്. വിൽക്കാൻ തീരുമാനിക്കുന്നതിനെ ന്യായീകരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള അവയവങ്ങൾ യഥാർത്ഥത്തിൽ അന്യരുടെ അവയവങ്ങൾ പണം കൊടുത്ത് വാങ്ങുക എന്നുള്ള നിലപാടും ശരിയല്ല. പക്ഷേ നമ്മൾ കാണേണ്ട പ്രശ്നം ഇതാണ്. അതിന് പിന്നിൽ ഒരു അർത്ഥശാസ്ത്രമുണ്ട്, ഒരു സാമ്പത്തിക ശാസ്ത്രം. ആ സാമ്പത്തിക ശാസ്ത്രം ജീവിക്കാൻ ആവശ്യമായ ഒരു ജീവിത സൗകര്യം ഇല്ലാത്തതാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഇമാതിരി എല്ലാ കാര്യങ്ങളും അതിനെ ആ അർത്ഥത്തിൽ കൂടി കാണണം. വെറുതെ നിങ്ങൾ പർവ്വതീകരിച്ച് കൂടെ തെളിവുണ്ടാക്കിയാൽ പോരാ കേട്ടോ. ശശി തരൂരിന്റെ അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? സ്വർണ്ണമെല്ലാം കടത്തിക്കൊണ്ടുവരുന്നതും ബന്ധപ്പെടുന്നതും ആരൊക്കെയാണെന്ന് ഇവിടെ വലിയ കോലാഹലമായിട്ട് ഒരു ഗ്രാം ആർക്കും പിടിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഈ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിടിക്കട്ടെ, എനിക്കതിലൊന്നും യാതൊരു എതിർപ്പുമില്ല. ആയിട്ടില്ല